ചേച്ചി ഇതിൻ്റെ പാറ്റേൺ മാറ്റിയായിരുന്നോ? എന്തേ? അല്ല, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനാ. പുള്ളി എൻ്റെ നമ്പർ അറിയാതെ ബ്ലോക്ക് ചെയ്തു. പിന്നെ വാട്സാപ്പിൽ വിളിക്കണം. അതും ബ്ലോക്കായി. ഇൻസ്റ്റഗ്രാം? അതും. മനസ്സിലായി. മറ്റേ കുട്ടി നാണമില്ലാത്തവനെ ഒരാൾ ബ്ലോക്ക് ചെയ്താൽ പിന്നെ പുറകെ നടക്കരുത്. അയ്യ, ഇതങ്ങനെ ശത്രുത ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ ഐ ലവ് യു പറഞ്ഞു. അറിയാതെ ഐ ലവ് യു? യെസ്. നമ്പർ പറ. 9895133776. എന്താടാ ഇതൊന്ന് നിർത്തി പറ. 9895133776. ഹലോ, ഹായ് അപർണ, ഞാൻ സംഗീത. മോളുടെ കട്ട ഫാൻ രോഹിതിൻ്റെ ചേച്ചിയാ. കട്ടയല്ലേ? ഞാൻ അവനൊന്ന് ഫോൺ കൊടുക്കാം. ഓവർ ആക്കില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഹലോ. ഓ വീട്ടുകാരെ ഇറക്കി കളിക്കുകയാണോ? അത് ബ്ലോക്ക് ചെയ്ത ഷോക്കിൽ ഞാനങ്ങ് ഇല്ലാണ്ടായി. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. വെറുതെ സമയം കളയണ്ട രോഹിത്ത്. ഞാൻ ലേശം ഓൾഡ് സ്കൂളാ. ഓൾഡ് സ്കൂളാ? ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാ. സമയമാകുമ്പോൾ എൻ്റെ ഇഷ്ടം നോക്കി അച്ഛനും അമ്മ എനിക്ക് കുറേ ഓപ്ഷൻസ് തരും. അപ്പോൾ ഐ പിക്ക് ദ ബെസ്റ്റ് ഫ്രം ദം. സിമ്പിൾ അല്ലേ? അതിലും ബെസ്റ്റ് ഞാനാണെങ്കിലോ? അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടി തോന്നണ്ടേ? ഇന്ന് മുതൽ അവർ ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അമ്മ ഇമ്പ്രസ് ചെയ്യാൻ ഇനി വയനാട് വരെ പോകേണ്ടി വരും. അച്ഛൻ ഇവിടെ ഉണ്ട്. കാണുമ്പോൾ സോഫ്റ്റാ, പക്ഷെ ആളിത്തിരി ടെററാ. ടെറർ സോഫ്റ്റ് ആക്കിയാൽ പോരെ? ഏതൊരു ഫാദറിൻ ലോയും കൊതിക്കുന്ന സണ്ണിൻ ലോ ആയിരിക്കും ഞാൻ. എന്നാ സണ്ണിലോ ചെല്ല്, എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. അയ്യോ, വെക്കില്ല. എപ്പോഴും ചേച്ചിയുടെ ഫോൺ കിട്ടത്തില്ല. ലേശ അഹങ്കാരിയ. സോ പ്ലീസ് ഒന്ന് അൺബ്ലോക്ക് ചെയ്യോ? ആലോചിക്കാം. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഞാൻ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നല്ലത് തിരിച്ചറിയാൻ നമ്മുടെ മലയാളികൾക്ക് അറിയാം സർ. ഇത്തിരി ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് മാത്രം. നന്ദൻ, പ്രവാസി മല്ലിപ്പൊടി ഉണ്ടോ? അരുണിനോട് ഞാൻ പറഞ്ഞിരുന്നു ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കണ്ടോളാം. ശരി നന്ദൻ, അങ്ങനെ ആവട്ടെ. ചേട്ടി, പ്രവാസി മുളക് പൊടി എവിടെയാ? എന്താ രമേട്ടാ പോയാ? ഞാൻ വരുന്ന വെയിറ്റ് ചെയ്യാൻ പറയായിരുന്നില്ലേ? പോണെങ്കിൽ പോട്ടെ. ആ ഡെസ്പാച്ചിലെ മുരളിയെ പാക്കിങ്ങിൽ നിർത്ത്. ഓ നന്ദി കെട്ട വർഗങ്ങൾ. എന്തൊരു സാറേ? ഫാക്ടറിയിലൊരു പയ്യൻ കമാന്നൊരു അക്ഷരം പറയാതെ അങ്ങ് മുങ്ങിക്കളഞ്ഞേ. ഈ നാട്ടുകാർക്ക് ഒരു ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ജോലിക്ക് വെച്ചത്. പക്ഷെ ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം ഒരെണ്ണത്തിനില്ല. നമ്മളിവിടെ മറുനാട്ടുകാരെ പണിക്ക് വയ്ക്കാറുള്ളൂ. അതാ ബെസ്റ്റ്. ഇനി വല്ല ബംഗാളികളോ ബീഹാറികളോ പണി അന്വേഷിച്ചോട് വരികയാണെങ്കിൽ ഒന്നങ്ങോട്ടേക്ക് അയച്ചേക്കണേ. ഇതാ സാറ് വെച്ച പ്രവാസി. പ്രവാസിയോ? ഏത് പ്രവാസി? ഞാൻ ചോദിച്ചില്ല. അവിടെ തന്നെ കൊണ്ട് ചോദിച്ചു. അക്ഷയ സൂപ്പർ മാർക്കറ്റ്, ഇരുമ്പ് പാലം, ആലപ്പുഴ. ആ രാജീവൻ സൂരജൊക്കെ ഇവിടെ. അവർ രണ്ടുപേരും ലീവാക്കിന്നേ. അവരേതോ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണമെന്നും പറഞ്ഞു. അപ്പം ആലപ്പുഴയ്ക്കുള്ള ലോഡ് പോയത് തന്നെ. ഈ പെങ്ങന്മാരും ഫ്രണ്ട്സും ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ജോലിക്ക് വെച്ചൂടെ? അല്ല, അത് പറയാനാ ഞാൻ വന്നത്. പുറത്തെ ഒരു ബംഗാളി പയ്യൻ വന്നിട്ടുണ്ട് ജോലി അന്വേഷിച്ചിട്ട്. ആളെങ്ങനെയുണ്ട്? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. രാമേട്ടൻ ഹിന്ദിയിൽ എങ്ങനെയാ? ഹിന്ദിയിൽ ഞാൻ മോശം. ഞാനും മോശം. എന്നാലും വിളിക്കേ. അതെ, പുറത്തൊരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവനെ വിളിച്ച পাগল হয়ে যাব আমি, পাগল হয়ে যাব। അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ ഓണർ. നമസ്തേ സാർജി. അത് വേണ്ട. क्या नाम है मेरा? मेरा नाम रबींद्र चट्टोपाध्याय। हाँ। यहाँ बड़ा बड़ा काम है। जी साहब, कोई मुश्किल नहीं है. मुझे तुझे എന്തായാലും പറയാ മറ്റേ മുझको കുറച്ച് മലയാളം അറിയും സാർ. സോ പ്ലീസ് ഡോണ്ട് വെറി. ഓ അത് നന്നായില്ല. നിന്നെ കണ്ട ഒരു പണിയെടുക്കുന്ന ലക്ഷണം ഇല്ലല്ലോ. ആക്ച്വലി ഐ എം എ സ്റ്റുഡൻറ്റ്. ഡോക്ടർ ആകണം എനിക്ക്. ഓ मेडिकल एंट्रेंस रिपीट ना. मेरा पिताजी एक शॉप से सिक्योरिटी है. उसका पास पैसा नहीं है तो फीस അടക്കാൻ കൊടുക്കാൻ. സോ ഐ ബാഡ്ലി നീഡ് എ ജോബ് സാർ. ഗുഡ് വെരി ഗുഡ്. ഇനിയും കുറേ സ്വപ്നങ്ങളുണ്ട് സാർ. അതെന്തൊക്കെയാ?
MBBS കഴിഞ്ഞ് സിവിൽ സർവീസ് പോകണം. ഓ അപ്പൊ ചെറിയ സ്വപ്നങ്ങളൊന്നും അല്ല. ഇതിലും വലിയ ബഡാ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് സാർ. അതെന്താ ബഡാ സ്വപ്നം? അത് IAS കഴിഞ്ഞ് MBBS കഴിഞ്ഞ് അപ്കാ സാത്ത് ബോലേഗ. MBBS IAS അവിടെ ഇരിക്കട്ടെ. ഇവിടുത്തെ പണികളിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ പിന്നെ നിന്റെ ബംഗാളി ചെന്നിട്ട് നിനക്ക് ബോധം തിരിച്ചു കിട്ടും. അത് സംശയം. നിന്റെ പേരെന്ന് പറഞ്ഞു? രവീന്ദ്ര ചതോപാധ്യായ. അപ്പൊ ചതോപാധ്യക്ക് ഇവിടുത്തെ പണികൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുത്തേ. വാങ്ക തമിഴ്. തമിഴോ? ഈ മലയാളം അറിയാത്ത ആരോടും സംസാരിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഭാഷ തമിഴാണ്. വാങ്ക തമിഴ്. ഒരു മിനിറ്റ്. ഇനി அது வந்து முதல்ல இதெல்லாம் பேக் பண்ணு. ഉറങ്ങിക്കൊണ്ട് പഠിക്കായിരിക്കില്ലേ? കണ്ണടഞ്ഞു പോയതറിഞ്ഞില്ല. ജ്യൂസ് കുടിക്കേ, ഉറക്ക ക്ഷീണം മാറട്ടെ. അടുത്ത വർഷം നമുക്കൊരു ഇന്ത്യ ടൂർ പോണേ. എങ്ങോട്ട്? ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊന്നുമല്ല, ഓരോ സ്ഥലങ്ങളിലും കുട്ടികൾ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, പഠിക്കുന്നത്, ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ. ഇന്ന് ഫാക്ടറിയിലൊരു ബംഗാളി പയ്യൻ ജോയിൻ ചെയ്തു. കഷ്ടപ്പെട്ട് കുടുംബം പുലർത്താൻ വേണ്ടി മാത്രമല്ല, അവന് പഠിച്ച് ഒരു ഡോക്ടർ ആവണം. അതിനുള്ള പൈസ അവൻ തന്നെ ജോലി ചെയ്തുണ്ടാക്കുക. പോക്കറ്റ് മണി തന്നാ മതി, ക്ലാസ് കഴിഞ്ഞ് ഞാനും വരാം ജോലിക്ക്. നിനക്ക് തമാശ. അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. MBBS കഴിഞ്ഞിട്ട് അവന് സിവിൽ സർവീസിന് പോകണമെന്ന്. മഞ്ഞപ്പൊടിയുടെ മുളക് പൊടിയുടെ ഒക്കെ ഇടയ്ക്ക് കിടന്ന് കിട്ടുന്ന സമയമൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുക കുട്ടി. ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഫയർ. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവനൊരു നല്ല നിലയിലെത്തുന്നത്. ഇയാളുടെ പേരെന്താ? രവീന്ദ്ര ചതോപാധ്യായ. ടാഗോറിന്റെ നാട്ടുകാരനല്ലേ, ആ ഓർമ്മക്കിട്ട പേരായിരിക്കും. അതിൻ്റെ ഒരു ഐശ്വര്യമുണ്ട്. കുടിച്ചോ, എന്നിട്ട് പഠിച്ചോ. എന്താ പെട്ടെന്നൊരു തുമ്മലും ചീറ്റലും? അറിയില്ല, ചിലപ്പോഴേ എൻട്രൻസിന്റെ സ്ട്രെസ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ ചുക്ക് കാപ്പി കുടിക്കും. കുടിക്കാം. അതെ, രാത്രി അധികം മഴകാട് കിടന്നോ? ഹലോ, തുമ്മി കേമോ നാച്ചോ? തുമ്മി കേമോ നാച്ചോന്ന്. ചതോപാധിക്ക് ബംഗാളി മനസ്സിലാവില്ലേ? മനസ്സിലായി. ഉച്ച മുതൽ തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. തല്ലുകൊള്ളുമ്പോ കരയാനുള്ള ബംഗാളിയെങ്കിലും പഠിച്ചു വെച്ച ചതോപാധ്യായെ. ഫാദറിലോ ഭയങ്കര പാവ. ഇന്നൊരു ലോഡ് സ്നേഹം ഞാൻ പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിനി ബംഗാളിയായി ജീവിക്കാനാണോ ഉദ്ദേശം? കുറച്ചാലും മാത്രം. ഈ മോനൊരു മലയാളിയായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന ആ നിമിഷം ഞാൻ സത്യം പറയും. മിക്കവാറും അതാവും തന്റെ അവസാനത്തെ നിമിഷം. കുട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട, ചതോപാധ്യ കുലിങ്ങില്ല. ഓ സോറി, അതിവിടെ തുമ്മിയതാ. ശരി, അപ്പൊ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. May I come in, sir? Yes. ഒന്നും ലേറ്റ് ആണല്ലോ. How about calm the... എന്താ? വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു സാർ. Okay, let's continue. Mass of planet is 3 times the mass of Earth. Then diameter. Hey, silent.
ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ദുബായ് ചായ ഉണ്ടാക്കി തരാം. ദുബായ് ചായ തന്നെ കുടിച്ചാൽ മതി. എനിക്കിതേ ഓട്ടം ഉണ്ട്. രാത്രി കാണാം. ഒരു ഞായറാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കണത്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ റെസ്റ്റ് ആയിരുന്നു. അച്ഛൻ ദീസ് ആർ മൈ ഫ്രണ്ട്സ്. മാൻസി ബെസ്റ്റ് ഫ്രണ്ട്. അയ്യോ അങ്ങനെ പറഞ്ഞാൽ ബാക്കിയുള്ളവർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാന്നല്ലോ, എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ. അല്ല, നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറമേ ഫുഡ് എന്തെങ്കിലും മേടിപ്പിച്ചേനെ. ഇല്ല സാർ, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച് ചെറിയൊരു ഹൗസ് പാർട്ടി ആയിരുന്നു. കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അത് നെക്സ്റ്റ് വീക്ക് അങ്കിൾ ഞങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ. ഓ, എന്നാ പിന്നെ നിങ്ങൾ ഞാൻ അങ്ങോട്ട്. അല്ല, ഞങ്ങൾ ഇറങ്ങും അങ്കിൾ. ആണോ? ലേറ്റ് ആയിരുന്നു. ബൈ ബൈ ബൈ. എന്റെ ബാഗ് ഒന്ന് എടുക്കണേ. ബൈ അങ്കിൾ. ബൈ ബൈ. ഇത് ഞാൻ എടുക്കട്ടെ. ഓക്കെ ബൈ. അപ്പൊ എത്തിയിട്ട് വിളിക്കാം. വിളിക്കാം. ബൈ അങ്കിളെ. അങ്കിൾ ബൈ. കമ്പൈൻ സ്റ്റഡിയും ഫ്രണ്ട്സിന്റെ വീട്ടിലുള്ള കൂടുതലൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെ പതിവാ. നന്ദേട്ടൻ അതിന് പാനിക്കാവുന്ന എന്തിനാ? പാനിക്കാവണതല്ല, എങ്കിലും ഈ ആൺകുട്ടികളുമായിട്ട് ആവശ്യത്തിൽ കൂടുതലുള്ളൊരു ഇന്റിമസി അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. ഇപ്പോഴത്തെ പിള്ളേർ നമ്മളെക്കാൾ ഫോർവേഡായി ചിന്തിക്കുന്നവരാണ്. അവരത്രയ്ക്ക് ഫ്രീ ആയി പെരുമാറുന്നത് അവരുടെ മനസ്സിൽ കള്ളത്തരമില്ലാത്തത് കൊണ്ടാ. അതെ, കണ്ടിന്യൂസ് ആയി മിസ് കോൾ കണ്ടപ്പോൾ ഞാനാകെ അങ്ങ് പേടിച്ചു. ഇവിടെ പാക്കിങ്ങിന്റെ തിരക്കിലായിരുന്നു. സേവിയർ അങ്ങളുടെ വീട്ടിൽ നിന്ന് പോന്നു. ഓ, ഓഫീസിൽ നിന്ന് ഞാൻ എത്തുമ്പോഴേക്കും ആൻറ്റി ഡിന്നറൊക്കെ ഉണ്ടാക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, ഗസ്റ്റായിട്ട് താമസിക്കുന്ന പോലെ. കറക്റ്റ് ടൈമിൽ ഫാത്തിമയുടെ റൂംമേറ്റ് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. ഞാൻ ബാഗും പെട്ടിയെടുത്ത് നേരെ ഇങ്ങ് പോന്നു. എത്തി ഒന്ന് സെറ്റിലായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചതാ. സത്യത്തിൽ തിരക്കൊക്കെ മടുത്തു നന്ദേട്ടാ. വീട് നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു. പക്ഷേ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും പേരൻസിൻ്റെ ഒരു കണ്ണ് വേണം. ഇതെന്തിനാച്ചാ പെട്ടെന്ന് ഇവിടെ CCTV ഒക്കെ വെക്കുന്ന? സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ലേ അപ്പൂ. അന്ന് കള്ളം കയറിയ ദിവസം ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അച്ഛന് ദുബായിൽ ഇരുന്നുകൊണ്ട് അത് മൊബൈലിൽ കാണായിരുന്നു. ഓ പിന്നെ പാതിരാത്രിക്ക് ഉറക്കം ഒഴിച്ച് അച്ഛൻ ഇത് നോക്കിയിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ അഥവാ കണ്ടാൽ തന്നെ അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാ? അച്ഛൻ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അച്ഛൻ ഫാക്ടറിയിൽ ഇരുന്നുകൊണ്ട് കാണും. രാമേട്ടാ, ഓ, ഈ ബില്ലിലുള്ളതൊക്കെ കമ്പ്യൂട്ടറിൽ കയറിയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് മുഴുവനും കയറ്റിയിട്ടുണ്ട്. ഓ, എന്നിട്ട് വന്നേ. आपकी बेटी है? हाँ, बहुत सुंदर है. അതിന് अല്ല, അച്ഛൻ को इतना सौंदर्य है तो മോളും സുന്ദരി होगी. പണിയെടുക്കട്ടെ പണിയെടുക്കട്ടെ. ഓടാ. വളവ് വരുമ്പോൾ ഇൻഡിക്കേറ്റർ കേട്ടാ. വളച്ചോളോ, ഇങ്ങനെ പോരട്ടെ. ആ, ഓക്കെ. ഇതിനാണ് മോളെ കൊണ്ട് ഐസ്ക്രീം മേടിക്കാൻ പോക്കല്ലേ? അച്ഛന് വല്ല ബോധമുണ്ടോ? പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചാലേ പേരൻസിനാണ്ട് പിടിച്ച് അകത്തിടുക. അവള് നന്നായിട്ട് വണ്ടി ഓടിക്കണ്ട. നിന്നോട് ലൈസൻസ് കിട്ടുന്നവർ വണ്ടി എടുക്കാൻ പാടില്ല നമ്മ പറഞ്ഞിട്ടില്ലേ? ഒരു സാധനം പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് എന്തത്ര വലിയ വാശി. മോളിങ്ങോട്ട് പോരെ, അമ്മമ്മ നല്ല പാലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കൂടി കൊഞ്ചിച്ച അവളെ വഷളാക്കിയത്. നീ ഒന്നും മിണ്ടാതിരിക്കുക, അതിലൂടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വയസ്സായ അച്ഛനെ വെച്ചോണ്ടല്ലേ അവള് വണ്ടി ഓടിച്ചത്. എവിടെയെങ്കിലും പോയി തട്ടുവോ മറിയോ ചെയ്തിരുന്നെങ്കിൽ ആരാ സമാനം പറയാ? എടി അവിടെ നിൽക്കാൻ. അപ്പോ മോളെ, അപ്പോ ദേ നിന്റെ ഐസ്ക്രീം പോയി വിളിച്ചോണ്ടാ. ഇന്ന് സൺഡേ അല്ലേ, ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്ക് ഫാത്തിമ. അല്ല വേണ്ട, നമുക്കൊരു ഹോർലിക്സ് ഒടിച്ചിട്ട് വന്നാലോ? ഇത് ഹോസ്റ്റലാണ്, ബാക്കിയുള്ളവരൊക്കെ എന്നെ കളിയാക്കി തുടങ്ങി. ഒരു കാര്യം ചെയ്യ്, അടുത്ത സർപ്രൈസിന് വരുമ്പോ ഒരു കുപ്പി ഹോർലിക്സ് ആയിട്ട് വാ. ഇപ്പൊ പോ പ്ലീസ്.
എങ്ങനെ ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ സർപ്രൈസ് വിസിറ്റ്? കരിമ്പിൻ ജ്യൂസിൽ പഞ്ചസാര ഇട്ട് കുടിപ്പിക്കുന്ന ടൈപ്പാ. അതെന്താ അത്? ഈ സ്നേഹിച്ച് കൊല്ലാന്നൊക്കെ പറയില്ലേ, അതാണ്. ഡെയിലി ഒരു 12 പ്രാവശ്യം വിളിക്കും. ചേച്ചി, നമുക്ക് ആകപ്പാടെ കിട്ടുന്നൊരു സൺഡേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? അപ്പോഴാണ് കോഴിക്കോട്ട് നിന്ന് ബൈക്ക് എടുത്തുള്ള വരവ്. എൻ്റെ ഫുൾ ഡേ വേസ്റ്റായി. നിങ്ങൾ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്? അന്ന് അത്ര ബോധമില്ലേ ഉള്ളൂ. ഇപ്പോൾ തോന്നുന്നു കുറച്ചുകൂടെ കഴിഞ്ഞ് കെട്ടിയാൽ മതിയായിരുന്നു എന്ന്. കണ്ട് ബോറടിച്ചു തുടങ്ങി. ഇവിടെ പിന്നെ നേരെ തിരിച്ചാണല്ലോ. 19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ നന്ദേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ തമ്മിൽ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊരു മൊമെന്റ് വന്നു. വീട്ടുകാരോട് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. ഞാനാകെ കൺഫ്യൂസ്ഡായി. അപ്പം നന്ദേട്ടൻ പറഞ്ഞു, നമുക്കവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കാനേ പറ്റൂന്ന്. അടുത്ത ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറ്റം പറയാൻ പറ്റില്ല. ഇത് കേട്ടാൽ ആരായാലും ഇറങ്ങിപ്പോവും. ആദ്യമൊക്കെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് കണ്ണിന്റെ മുമ്പിൽ നിന്ന് മാറാൻ പറ്റില്ലായിരുന്നു. പിന്നെ മോള് വന്നു. അപ്പൊ അവളായി താരം. മോക്കെല്ലാം നന്ദേട്ടനായിരുന്നു. ശരിക്കും ഒരു അമ്മ നോക്കുന്നത് പോലെ. പാല് കൊടുക്കാൻ വേണ്ടി മാത്രം എൻ്റെ എത്തിരും. ആ ആളാ അവളെ നന്നായി നോക്കണമെന്നും പറഞ്ഞ് 15 കൊല്ലം ദുബായി പോയി നിന്നത്. ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അടക്കം പറിച്ചിലും തമാശയ്ക്കാ. പക്ഷെ അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ പെയിന്. ഒരുമിച്ച് സ്വപ്നം കണ്ട ജീവിതം ഞങ്ങൾ വളരെ ലേറ്റായിട്ടാണ് ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോഴെനിക്കിങ്ങോട്ട് വരേണ്ടി വന്നത്. അതുകൊണ്ട് കരിമ്പിൻ ജ്യൂസിനോട് പറ മധുരം അല്പം കുറച്ചിട്ടാൽ മതിയെന്ന്. കുറച്ച് കഴിഞ്ഞാൽ അയാളുടെ ഈ ബൈക്ക് ഓടിച്ചിട്ടുള്ള വരവായിരിക്കും ഫാത്തിമ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഹോർലിക്സ് കുപ്പിയുടെ ഫോട്ടോ അയച്ചിരിക്കുക. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അധികം ദൂരം എത്തിണ്ടാവില്ല. കുട്ടിയെ, നീ ഒരു കാര്യം ചെയ്യേ. സാറ് വരക്ക് ടൈം ആച്ചേ. நீ சீக்கிரம் போய் அந்த கம்ப்யூட்டர் இருக்கிற டேபிள் இல்ல அது க்ளீன் பண்ணு. எனக்கு வெளியே கொஞ்சம் வேலை இருக்கு. ஜி சார். आपका गार्डन बहुत मनोहर है. मैं वो पू देख रहा था. मुझे माफ कीजिए सब. ओह सॉरी. माफ कर अंकल. ഞാൻ ബംഗാളിയല്ല, വാഴക്കാലുള്ള ഒരു മലയാളിയാ. എൻ്റെ അച്ഛൻ വക്കീല്, അമ്മ ഹൗസ് വൈഫ്, ചേച്ചി MBBS സ്റ്റുഡൻറ്റ്. ഞാൻ എൻട്രൻസ് 3 കൊല്ലമായി റിപ്പീറ്റ്. ഇതല്ലാതെ വേറെ ഒരു പ്രാരാബ്ദം എനിക്കില്ല. ഞാനോ പറഞ്ഞ ഒരേ കോച്ചിങ് സെൻറ്ററില്ല. പക്ഷെ അവളേക്കാൾ 3 വയസ്സ് മൂപ്പുണ്ട് എനിക്ക്. ഇതുവഴി എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അച്ഛൻ ഇമ്പ്രസ് ചെയ്യാതെ അവളെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് സാർ. എന്നെ കൊല്ലരുത്. പണിയെടുക്കട്ടെ. നീ വേണ്ട നീ ഇവിടെ ഇരിക്കേ. അച്ഛാ, ഇനി ഞാൻ അടുക്കളയിൽ കയറുന്നില്ല എന്നുള്ള പരാതി വേണ്ട കേട്ടോ. നല്ല ഉഗ്രം വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. യൂട്യൂബ് നോക്കിയാണ്. ഇതെന്ത് പറ്റി? മൂഡ് ഓഫാ? ഇവിടെ വന്നിരുന്നേ. ഇന്ന് ഞാൻ ആ രവീന്ദ്ര ചതോപാധ്യായ പിരിച്ചുവിട്ടു. വിചാരിച്ച പോലെയല്ല, അവൻ മഹാകള്ളനാ. അച്ഛനല്ലേ പറഞ്ഞു അവൻ ഭയങ്കര സ്മാർട്ടാണ്. സ്മാർട്ടാ? ഓവർ സ്മാർട്ട്. നിന്നെ പോലെ തന്നെ.
രണ്ടാളും കൂടി എന്നെ ശരിക്കും പൊട്ടനാക്കി. അച്ഛൻ അതിന് എന്നെ ബ്ലെയിം ചെയ്യണ്ട. അവിടെ ജോലിക്ക് ചേർന്ന് അച്ഛനെ ഇംപ്രസ് ചെയ്യാന്നുള്ളത് അവന്റെ മാത്രം ഐഡിയ ആയിരുന്നു. അതൊക്കെ അറിഞ്ഞിട്ട് നീ എന്താ അച്ഛനോടൊന്ന് സൂചിപ്പിക്കാതിരുന്നത്? അതൊരു ഫ്രണ്ടിന്റെ തമാശയായിട്ട് ഞാൻ കരുതിയുള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെ അവനെ ഒറ്റിക്കൊടുക്കുക? സ്വന്തം അച്ഛനെ വിഡ്ഢിയാക്കുന്നതാണോ തമാശ? അച്ഛൻ എന്തിനാ ഇതൊക്കെ ഇത്ര സീരിയസ് ആക്കി എടുക്കുന്നത്? അവനങ്ങനെ ശല്യക്കാരനൊന്നല്ല. അപ്പോ നിനക്ക് ഞങ്ങളോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? ഇങ്ങനൊരു പയ്യൻ പുറകടക്കുന്ന കാര്യം, അല്ലെ അവനിങ്ങനെ ഒരു വേഷം കെട്ടുന്ന കാര്യമൊക്കെ ഞങ്ങളോടും തുറന്നു പറഞ്ഞൂടെ? എങ്കിൽ ഞങ്ങളത് എൻജോയ് ചെയ്യില്ലേ? ഇതിനു മാതിരി കളിയാക്കുന്ന പോലെ ആയില്ലേ? അച്ഛൻ എന്താ എന്നെ തീരെ വിശ്വാസമില്ലാത്ത പോലെ? എങ്ങനെ വിശ്വസിക്കാപ്പൂ? കമ്പനിയിൽ വെച്ച് ഞാനവരെ നേരിട്ട് പരിചയപ്പെടുത്തിയതല്ലേ. അപ്പൊ പോലും നിങ്ങൾ എന്റെ മുമ്പിൽ നാടകം കളിച്ചു. ഇതൊരൊറ്റ ദിവസം മാത്രം തമാശയല്ലല്ലോ. ഇന്ന് നിങ്ങൾ ചാറ്റ് ചെയ്തില്ലേ? നിന്റെ ഫോണും എടുക്കുക. ആരൊക്കെയാണ് നിന്റെ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതെന്ന് ഞാനും ഒന്ന് കാണട്ടെ. ഒരാളുടെ പ്രൈവസി കയറി ഇടപെടാൻ വേറെ ആർക്കും അവകാശമില്ല. വേറെ ആരുമല്ലല്ലോ, ഞാൻ നിന്റെ അച്ഛനല്ലേ. വിട്. അപ്പു വിടാനാ പറഞ്ഞത്. ഏയ് വിട് അപ്പു. അപ്പു, അപ്പു, നീ ഇതെങ്ങോട്ടാ? എന്നെ വിശ്വാസമില്ലാത്ത അച്ഛൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അപ്പു, വണ്ടി എടുക്കരുത്. ഈ വണ്ടി എടുക്കാൻ എനിക്ക് അച്ഛൻ്റെ പെർമിഷൻ ആവശ്യമില്ല. ഇത് എന്റെ അമ്മയുടെ വീട്ടുകാർ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തതാ. പറ്റില്ലോ മോളെ? ഇല്ല, പക്ഷേ വണ്ടിയുടെ മുന്നിൽ ഒരാളുണ്ടായിരുന്നു. അയാളെ തെറിച്ച് വീഴുന്ന ഞാൻ കണ്ടു. അച്ഛാ, നമ്മൾ എങ്ങോട്ടാ പോണേ? ആദ്യം ആശുപത്രി കൊണ്ടുപോകാൻ. അപ്പൊ പോലീസ് കേസ് ആവില്ലേ? എനിക്ക് ലൈസൻസ് ഇല്ല. അതിന് വണ്ടി ഓടിച്ച് നീയല്ലല്ലോ, ഞാനാ. അങ്ങനെ പറഞ്ഞാ മതി. അതിന് അച്ഛന് ഇവിടുത്തെ ലൈസൻസ് ഉണ്ടോ? നന്ദനാണല്ലോ. ഹലോ, എന്നിട്ട് നീ പാനിക്കാവണ്ട. നീ നേരെ സൈമൺ ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് വിട്ടോ. അതെ, നിന്നെ അറിയില്ലെങ്കിൽ നീ തന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്ത്. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഇല്ലാന്ന് നീ പേടിക്കാതിരിക്കേ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്താ? ഞാൻ ഷർട്ട് എടുത്ത്. ഇന്റേണൽ ബ്ലീഡിങ്ങോ മറ്റേ കോംപ്ലിക്കേഷൻസോ ഒന്നുമില്ല. ഭാഗ്യം. കയ്യിലൊരു ലിഗ്മെന്റ് ഇഞ്ചുറി ഉണ്ട്, അത് ബാൻഡേഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചേരം ഒബ്സർവ് ചെയ്തിട്ട് കൊണ്ടോ. അങ്കിളൊരു ഡോക്ടറാണല്ലോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പച്ചൻ വരാറില്ലേ? ഓ, രാവിലെ OP ഉണ്ട്, അത് കഴിഞ്ഞ ആൾ പോവും. പിന്നെല്ലാം ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ.
ആള് ഹാപ്പിയാണ്. ക്ഷമിക്കണം, ആരാ ഏതാന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അറിയാതെ പറ്റിപ്പോയതാ. മാപ്പാക്കണം. എന്ത് വേണേലും ചെയ്യാം. ನಾನು ಅದಕ್ಕೆಲ್ಲ ಒಪ್ಪಲ್ಲ. ಸಾಧ್ಯನೇ ಇಲ್ಲ. ನಾನು ನಿಮ್ಮ ಮನೆಗೆ ಬಂದು ಊಟ ಮಾಡದೆ ಹೋದ್ರೆ ನಿಮ್ಗೆ ಇಷ್ಟ ಆಗತ್ತಾ? ನೀವು ನಮ್ಮ ಮನೆಗೆ ಬಂದು ಊಟ ಮಾಡದೆ ಹೋದ್ರೆ ನನಗೆ ಇಷ್ಟ ಆಗತ್ತಾ? ಏನೋ ಮಾಡಿರೋದು ಒಂಚೂರಾದ್ರೂ ತಿನ್ಕೊಂಡು ಹೋಗಿ. ಕೋಕಿಲ ಹೇಗಿದೆಯಮ್ಮ? ಚೆನ್ನಾಗಿದೆಯಾ? ಇಷ್ಟು ದಿನ ಆಯ್ತು ನಿನ್ನನ್ನು ನೋಡಿ. ಶಾಲೆಗೆ ಹೋಗ್ತಿದ್ಯಾ ತಾನೆ? അമ്മക്ക് ಏನೋ ತೊಂದರೆ കൊടുത്തില്ല തന്നെ? ഡോക്ടർ, അയാൾക്ക് ബോധം വന്നു. പക്ഷെ എന്തൊക്കെയോ പറയുന്നു, അതും ഏതൊക്കെയോ ഭാഷയിൽ. അത് പേടിക്കണ്ട, സ്കാൻ നോർമൽ ആണല്ലോ. ഇതൊരു പോസ്റ്റ് കൺകഷൻ സിംറ്റം ആണ്. ചെറിയൊരു മെമ്മറി ലോസ് ഉണ്ടാവും. അത് എപ്പോൾ വേണമെങ്കിലും ശരിയാവാം. 2 ദിവസം വെയിറ്റ് ചെയ്യേ. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ಬಾನಿಗೊಂದು ಎಲ್ಲೆಯಲ್ಲಿದೆ, ನಿನ್ನಾಸೆಯಲ್ಲಿ ಕೊನೆ ಇದೆ, ಏಕೆ ಕನಸು ಕಾಣುವೆ, ನಿಧಾನಿಸು ನಿಧಾನಿಸು. ಬಾನಿಗೊಂದು ಎಲ್ಲೆಯಲ್ಲಿದೆ, ನಿನ್ನಾಸೆಯಲ್ಲಿ ಕೊನೆ ಇದೆ, ಏಕೆ ಕನಸು ಕಾಣುವೆ, ನಿಧಾನಿಸು ನಿಧಾನಿಸು. ಆಸೆ ಎಂಬ ಬಿಸಿಲು ಕುದುರೆ ಏಕೆ ಏರುವೆ, ಮರಳುಗಾಡಿನಲ್ಲಿ ಸುಮ್ಮನೇಕೆ ಅಲೆಯುವೆ. ಅವನ ನಿಯಮ ಮೀರಿ ಇಲ್ಲಿ ಏನು ಸಾಗದು, ನಾವು ನೆನೆಸಿದಂತೆ ಬನ್ರಿ ಒಳಗೆ ಬನ್ನಿ ಕೂತ್ಕೊಳ್ಳಿ. ഇന്നലെ കൈക്ക് വേദന, പെയിൻ. ಕೈ ನೋವೇನಿಲ್ಲ, ಹೇಗಾಯ್ತು ಅಂತ ನೆನಪಿಲ್ಲ ಅಷ್ಟೇ, ತೊಂದರೆ ಇಲ್ಲ. ഇതെങ്ങനെയാ പറ്റിയെന്ന് ഓർമ്മയില്ലാന്ന്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ಕೋಕಿಲ ಮಗಳೇ, 2 ಗ್ಲಾಸ್ ಟೀ ಮಾಡ್ಕೊಡಮ್ಮ ಅವ್ರಿಗೆ. ಹೋಗು, ಬನ್ನಿ, ನೀವು ಬಂದು ಕೂತ್ಕೊಳ್ಳಿ. ഇല്ല, ഞാൻ വരാം. ಅರೆ ಬನ್ನಿ ಕೂತ್ಕೊಳ್ಳಿ, ಅವ್ರು ಮಾಡ್ಕೊಂಡ್ ಬರ್ತಾರೆ. ഒരു മിനിറ്റ്. ಯಾಕೆ ഇതെ എണീറ്റു. കുറേ നേരമായി കോകില കോകില എന്നുള്ള വിളി കേട്ടപ്പോഴാണ് ഞാൻ ചെന്ന് നോക്കിയത്. അപ്പം പറഞ്ഞു ചായ വേണമെന്ന്. പിന്നെ ഇത്രയും നേരം എന്തൊക്കെയോ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അയാളുടെ മോളാണ് ഇത്ര കോകില. ചെല്ല്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താ, നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? അല്ലെങ്കിൽ അത് വേണ്ട. അച്ഛാ, വേറെ ഷർട്ട് വേണം. ഈ സൈസിൽ ഷർട്ട് എന്റെ ഏതെങ്കിലും ഒരെണ്ണം എടുത്തു കൊടുക്ക. അച്ഛാ, ഇനിയിപ്പോ ശരിക്കും വട്ടായിരിക്കുമോ? എന്തായാലും റിസ്ക് എടുക്കണ്ട. നമ്മൾ പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? അതൊക്കെ ആകെ പുലിവാലാവുന്നു. കേസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അടക്കം നമ്മൾ എല്ലാവരും കൂടി കുടുങ്ങും. ഇതിപ്പോൾ ഡോക്ടർ പറയുന്ന പോലെ മെമ്മറി ലോസ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും മെരുക്കിയെടുക്കാന്ന്. അച്ഛാ, ഇത് അയാളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഒരു വൈൻ ഷോപ്പിലെ ബില്ല്. മേഘന വൈൻസ്, അർത്തനഹള്ളി. ಗೇರ್ ಗೇರ್ ಮಂಗಣ್ಣ ಬಾಳೆಹಣ್ಣುಂಗಣ್ಣ. സാർ നമസ്കാരം. ನಮಸ್ಕಾರ. ಬಾಳೆಹಣ್ಣು? പഴം വേണ്ട, കഴിച്ചോളൂ. കർണാടക. ജയ് കർണാടക. ജയ് കർണാടക. കർണാടകത്തിലെ ഒരു സ്ഥലം അർത്തനഹള്ളി. അർത്തനഹള്ളി. ഞാൻ പറഞ്ഞില്ലേ സാധനം കിട്ടും. അർത്തനഹള്ളിയില് വൈൻസ്. ഓ ഗുണ്ടാ, റെഡി. അതെ, ഞാൻ പോയിട്ട് കുറച്ച് ബ്രാൻഡ് മേടിച്ചിട്ട് വരാം. അച്ഛനൊന്നും മിണ്ടായിരുന്നേ. ഇപ്പൊ അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അർത്തനഹള്ളിയില് മേഘന വൈൻസ്. ಏನ್ ಹೇಳ್ತಿದ್ಯಮ್ಮ? ಅರ್ಥ ಆಗ್ತಿಲ್ಲ ನನಗೆ, മനസ്സിലായില്ലേ? ഇനി ഇയാൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? പണ്ടാറടങ്ങാൻ. അർത്തനഹള്ളിയില് മേഘന. മുട്ടാള
കടന്ന് കിണിക്കാതെ അച്ഛനെ ഫോൺ എടുത്തു വേണേ. ಅವಳಿಗೆ ಭಯಬೇಡ, ಅವಳು ನನ್ನ ಮಗಳು. അച്ഛൻ്റെ ഫോണൊന്നും ഒരു ഫോട്ടോ എടുത്തോട്ടെ. ಫೋಟೋ ಸೆಲ್ಫಿ. ಅಚ್ಚ എൻ്റെ അച്ഛൻ. ಅಚ್ಚ അർത്തനഹള്ളി. ആ ഹൗದು. ഇയാളറിയോ? ಗೊತ್ತಿಲ್ಲ. അല്ല, ഇയാൾ ഇവിടുത്തുകാരനാണോ എന്ന് അറിയാനാ? അണ്ണാ, ಸರ್ ಬನ್ನಿ, ಕಾಫಿನ ಟೀನಾ ಸರ್? ഇയാളറിയോ? ಸರ್ ನಾವು ಬಡವರು ಸರ್, ತೊಂದರೆ ಕೊಡ್ಬೇಡಿ, ಹೊರಟೋಗ್ಬಿಡಿ ಸರ್. അതല്ല, ഇയാൾ ഇവിടുത്തുകാരനാണോ എന്ന് അറിഞ്ഞാൽ മതി. ಸರ್ ದಯವಿಟ್ಟು ಬಿಟ್ಬಿಡಿ ಸರ್, ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ ಸರ್ ಅವ್ನು ಯಾರು ಅಂತ ಸರ್. ಸುಮ್ಮನೆ ಹೋಗಿ ಸರ್, ಭಯ ಆಗ್ತೈತೆ ಸರ್, ಅವ್ನು ಸರಿ ಇಲ್ಲ ಸರ್. ಹೋಗಿ ಸರ್ ನೀವು ಸರ್, ಪ್ಲೀಸ್ ಸರ್, ನಮ್ಗೆ ತೊಂದರೆ ಕೊಡ್ಬೇಡಿ, ಹೊರಟೋಗ್ಬಿಡಿ ಸರ್. ಸರ್ ಪ್ಲೀಸ್ ಸರ್, ದಯವಿಟ್ಟು ಹೊರಟೋಗಿ ಸರ್. ഇയാൾ ആരാന്നൊന്ന് പറയാൻ പറ്റുമോ? ರೀ ಸ್ವಾಮಿ, ಯಾವಾಗ್ರಿ ರೀ ಬೆಳಗ್ಗೆನೆ ಬಂದ್ಬಿಟ್ರಿ ಇಲ್ಲಿ ನಮ್ಮ ನೆಮ್ಮದಿ ಹಾಳು ಮಾಡೋದಕ್ಕೆ. ധർമാഗുരു ಹೋದ್ರು. ഭാഗ്യം, മലയാളിയാ. എന്താ അറിയേണ്ടത്? ഒരാളെ കുറിച്ചൊന്നും അറിയാനാ. ആരോട് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. സാർ പോലീസാണ്. അതൊന്നുമല്ല. ചേട്ടൻ അറിയോ ആരെന്ന്? ഇത് ഗരുഡ നായിക്, ഈ അർത്തനഹള്ളിയിലെ ഏറ്റവും വലിയ ഗുണ്ട. ഈശ്വര, പോലീസുകാർക്ക് പോലും ഗരുഡയെ പേടിയാ. കഴിഞ്ഞ ആഴ്ച ഈ കവലയിൽ നടന്ന അക്രമം കാണണോ? വാ കാണിച്ചിടാം.